ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നേ ഒരു കോണ്ടാക്ടറും അതേപോലെ ഒരു ടൈമറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാടോ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് പോയി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ടൈമർ 2 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ടൈമർ സെറ്റ് ചെയ്യുന്നതും അതേപോലെ കോണ്ടാക്ടർ വെച്ച് സെറ്റ് ചെയ്യുന്നതും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് LNTയുടെ ടൈമറാണ് കേട്ടോ. ഇതിന് ഏകദേശം 2000-ൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. കോണ്ടാക്ടറിന് ഏകദേശം ഒരു 500 രൂപേൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ടോ. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ടൈമർ ഇപ്പോൾ ബോർഡ് ലൈറ്റ് ഒക്കെ ഒരു 550 വാട്ട്സ് വരെ ബോർഡ് ലൈറ്റ് വരുന്നുണ്ട്. ഈ 550 വാട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബോർഡിൽ ഇത് ടൈമർ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം ലൈഫ് കിട്ടില്ല. ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ഇതിൻ്റെ തീരുമാനമാവും. കാരണം കുറേ ചൂടായിട്ട് ചിലപ്പോൾ കത്തും. അപ്പോൾ വേഗം കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതിന് പകരം നമ്മളൊരു കോണ്ടാക്ടർ, ഇതേപോലത്തെ ഒരു കോണ്ടാക്ടർ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഓഫാക്കാനും ഓണാക്കാനും മാത്രമാണ് ഈ ടൈമർ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ലോഡ് കംപ്ലീറ്റ് ഈ കോണ്ടാക്ടർ വഴിയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഞാൻ അത് കൊടുത്ത ഭാഗം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ഇത് കൊടുത്ത കണക്ഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് വിവരിച്ച് തരാം. അതായത് നമുക്കിപ്പോൾ ബോർഡ് ലൈറ്റോ അല്ലെങ്കിൽ മോട്ടറോ ഏതായിക്കോട്ടെ, അതിലേക്ക് പോകുന്ന ലീഡ്, അതായത് ഫേസും ന്യൂട്രും ഈ പറഞ്ഞ പോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. 1L1 എന്ന ഭാഗത്തും 3L2 എന്ന ഭാഗത്തുമാണ് കൊടുക്കേണ്ടത്. അതായത് ന്യൂട്ര് 1L1ഉം ഫേസ് 3L2യിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അത് നമ്മളൊരു തൽക്കാലം ഒരു ബൾബ് വെച്ച് ലോഡാക്കാൻ വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി ബൾബ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഫേസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫേസ് ന്യൂട്രും വരണമല്ലോ. ബോർഡ് ലൈറ്റിൽ നിന്ന് നേരിട്ട് ഫേസ് ന്യൂട്രൽ വരണമെങ്കിൽ നമുക്ക് ബോർഡ് ലൈറ്റ് കത്തിക്കണമെങ്കിൽ ഫേസ് ന്യൂട്രൽ വരണം. അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2T1ഉം 4T2 ആണ് കൊടുക്കേണ്ടത്. അതായത് കോണ്ടാക്ടർക്ക് പോകുന്ന ഫേസ് ന്യൂട്രൽ കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഫേസ് ന്യൂട്രൽ വേറെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമറിലേക്കാണ്. ഈ ടൈമറിലേക്ക് സപ്ലൈ വരണമല്ലോ. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഇത് ഇപ്പോൾ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിക്കുകയാണ്. അതായത് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിക്കുകയാണ്. അത് നമ്മൾ ഇതാണ് L എന്ന് എഴുതിയിരിക്കുന്ന ഫേസാണ്. അതേപോലെ N എന്ന് എഴുതിയ ന്യൂട്രാണ്. ഈ ന്യൂട്ര് ഞാൻ പറഞ്ഞുതരാം. ഈ N എന്ന് എഴുതിയ ന്യൂട്ര് എന്ത് വെച്ച് കഴിഞ്ഞാൽ A2യിലാണ് കൊടുത്തിരിക്കുന്നത്. ആ A2 എന്നൊരു വയർ എടുത്തിട്ട് നമ്മൾ മെയിൻ ന്യൂട്രലിലേക്ക് കൊടുത്തിരിക്കണം കേട്ടോ. ഈ മെയിൻ ന്യൂട്രലിലേക്ക് കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ഇതിൽ വരുന്ന ഫേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4T2 ആ ഭാഗത്ത് നിന്ന് വരുന്ന നേരെ Lൽ കൊടുത്തിട്ടുണ്ട്. അതായത് ടൈമറിലെ Lൽ ഫേസിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫേസിൽ നിന്ന് നേരെ ഒരു കോമൺ വയർ എടുത്തിട്ട് നേരെ ഈ 15ൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 18 നിന്ന് വരുന്ന വയർ, അതായത് ടൈമറിൽ നിന്ന് 18 നിന്ന് വരുന്ന വയർ, ഈ റെഡ് വയർ കണ്ടോ, ഈ 18 നിന്ന് വരുന്ന വയർ നേരെ കൊടുത്തിരിക്കുന്നത് A1ലാണ്. അതായത് ഇതിൻ്റെ മുകളിലത്തെ കോണ്ടാക്ടറിൻ്റെ A1ലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഔട്ടാണ്. ഇത് നമ്മൾ ഈ കാണുന്ന ഭാഗം ഔട്ട്. ഇത് നമ്മൾ ഡയറക്റ്റ് വരുന്ന ഫേസും ന്യൂട്രാണ് കേട്ടോ. ഈ കാണുന്ന 2 ഫേസ് ന്യൂട്രാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി നമുക്കത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബൾബ് നമുക്ക് കത്തിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം നമ്മൾ റെയിൽവേ സമയമാണ് വരിക. അതായത് 24 hours വരിക. അപ്പോൾ 17:30 ഏകദേശം 5:30 മണിയായി, വൈകുന്നേരം 5:30 ടൈമായിട്ടോ. അപ്പോൾ നമുക്ക് 17:30 എന്നുള്ള ഈ PR എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ. നമുക്ക് ഇപ്പോൾ ഈ ബൾബ് ഓഫാണ്. നമുക്ക് ഈ 17:30 എന്നുള്ളൊരു നമുക്കൊരു 17:31 നമുക്കിത് ഓണാക്കുന്ന ലെവലിൽ ചെയ്യാം. 31 ഇപ്പോൾ ഇവിടെ 17:30 31 ആകുമ്പോൾ ഇത് അവിടെ ഓണായി, ബൾബ് ഓണായി. ഇനി നമുക്കിത് 17:32 ഇത് ഓഫാണ്. അപ്പോൾ PRൽ ഒന്നുകൂടി അമർത്തിയിട്ട് ഈ ഇവിടെ ഓൺ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബൾബിൻ്റെ കാരണം കൊണ്ടാണ് മിന്നി കത്തുന്നത്. ഓഫിൽ ഇവിടെ ഓഫായി. അപ്പോൾ 17:32 ഓഫാവണം. ഓക്കെ, 32 ഇത് ഓഫ് ആവും കേട്ടോ. അപ്പോൾ 31 നമ്മൾ ഓണായത്. അങ്ങനെ 32 നമുക്കിത് ഓഫാക്കാൻ പറ്റും. ഈ ബൾബിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാരണം കൊണ്ടാണ് ഇത് കത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫാവുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫിറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മൾ ബോർഡ് ലൈറ്റ്, മോട്ടർ എന്നുള്ള സംഭവങ്ങൾക്കാണ് നമ്മൾ ടൈമറും കാര്യങ്ങളൊക്കെ ഓഫാക്കുക. അപ്പോൾ അത് 1 മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ ഇടവിട്ട് ഈ വലിയ മോട്ടറൊക്കെ ഓഫാക്കണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ടൈമറും റിലേയും വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ചെറിയൊരു ലൈറ്റൊക്കെ ആണെങ്കിൽ 100 വാട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഇത് വേണ്ട, ഈ കോണ്ടാക്ടർ വേണ്ട, ഡയറക്റ്റ് ടൈമർ മതി കേട്ടോ. അതിന് നമുക്ക് സെപ്പറേറ്റ് കോണ്ടാക്ടറോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. 100 വാട്ട്സ് 150 വാട്ട്സ് വെക്കണ മാക്സിമം പോവും. അതിൻ്റെ മേലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ നമുക്ക് ഓഫായി 32 ഈ സംഭവം ഓഫായി. അപ്പോൾ
അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു വൈകുന്നേരം ഒരു 6 മണി തൊട്ടിട്ട് അതേപോലെ ഒരു രാത്രി ഒരു 10:30 വരെ അല്ലെങ്കിൽ 10 മണി വരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. ഇതിലൊരു കാരണവശാൽ ഈ റീസെറ്റ് എന്നുള്ള ഭാഗം അവസാനം നമ്മൾ ഒരിക്കലും അമർത്തരുത്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ആദ്യം മുതൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റീസെറ്റ് ചെയ്യുന്നത്. റീസെറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ടൈമും ഡേറ്റും ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അധികം അമർത്താതിരിക്കാൻ ശ്രമിക്കുക. ആ ഒരു ടെസ്റ്ററൊക്കെ വെച്ചിട്ടാണ് ഇത് അമർത്താൻ പറ്റുക. ചെറിയൊരു കമ്പ് വെച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ റീസെറ്റ് ആവും. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്ക് ആക്കുന്ന സിസ്റ്റം. അപ്പോൾ ലോക്ക് ആക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ലോക്കായി കഴിഞ്ഞാൽ അതിനിപ്പോൾ ആരെങ്കിലും വന്ന് തൊടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതിന് ഈ PR-ഉം ഈ ടൈമറും പാടെ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ, ജസ്റ്റ് കുറച്ച് നേരം അമർത്തി കഴിഞ്ഞാൽ അത് ലോക്കായി. പിന്നെ നമുക്കിതൊന്ന് അമർത്തി കഴിഞ്ഞാൽ അമരില്ല, കാരണം ഒക്കെ ഫുള്ള് സെറ്റാണ്. നിങ്ങൾക്കിത് ലോക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ PR-ഉം ടൈമറും കൂടെ ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ അൺലോക്ക്ഡായി. അപ്പോൾ നമുക്ക് ടൈം പഴയ പോലെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടൈമർ വെക്കാൻ ഉദ്ദേശിക്കുന്ന സിൻറ്റെക്സിൻ്റെ ബോക്സ് ഇതിലാണ് വെക്കുന്നത് കേട്ടോ. ഈ സിൻറ്റെക്സിൻ്റെ ബോക്സ് വഴിയാണ് കറക്റ്റായിട്ട് വെക്കുന്നത്. ഇവിടെ വെള്ളമോ കാര്യങ്ങളൊന്നും വരില്ല, കാരണം മുകളിൽ ഓൾറെഡി ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സിൻറ്റെക്സിൻ്റെ ബോക്സ് എന്തിനാണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എലികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടൈമർ ചിലപ്പോൾ എന്തെങ്കിലും വയറൊക്കെ അടിച്ച് മുറിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വെക്കുന്നത്. ഇത് വെക്കുന്നത് എപ്പോഴും സേഫാണ് കേട്ടോ. അപ്പോൾ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ട് എന്താ വെച്ചാൽ ഇത് പ്ലഗ് സ്വിച്ചാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ ഓണും ഓഫൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഇത് കുറച്ച് റിസ്ക് ആയ സ്ഥലമാണ്. കാരണം ഇതിൻ്റെ മുകളിൽ ചെറിയ ബോർഡ് അടിച്ചിരിക്കണം. നമുക്കിവിടെ ഫുള്ള് ചവിട്ടി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് തന്നെ ഓഫാക്കി ഒരാൾ അടി പോയി നിൽക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് ചെയ്തിട്ട് പോകാം. 2 ഡ്രൈവാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഡ്രൈവ് നേരെ ഇതിലേക്കാണ് വരിക. അതിന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ സിൻറ്റെക്സ് ബോക്സിലൊക്കെ കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 4 സ്ക്രൂ ആയിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ സൈഡിൽ സ്ക്രൂ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ MCV പോലെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് വെച്ചിട്ട് അതിൽ ഡയറക്റ്റ് സ്ക്രൂ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം ഒന്നുകൂടി നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ടൈമറിൽ നമ്മുടെ A to Y വരെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. അതേപോലെ 1 to 9 വരെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. ഇടവിട്ടിട്ട് വേണമെങ്കിൽ കത്തിക്കാം. മോട്ടർ ഇപ്പോൾ ബോർവെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടവിട്ടിട്ട് വേണമെങ്കിൽ ഓണാക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തൊരു മണിക്കൂറിൽ ഓൺ ആവണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടത് ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് ലൈറ്റ് നമ്മൾ പറഞ്ഞ ഇപ്പോൾ ബോർഡ് ലൈറ്റിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ കുടിവെള്ള പദ്ധതി മോട്ടർ ചിലപ്പോൾ 2 മണിക്കൂർ ഇടവിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ അധികം വരുന്നത് ബോർഡ് ലൈറ്റ്, ഈ ബേക്കറിയിൽ വരുന്ന ബോർഡ് ലൈറ്റ്, അങ്ങനെ ഓരോരോ കമ്പനിയിൽ ഓരോരോ ബോർഡ് ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കറണ്ട് ബില്ല് കമ്മിയാണ്. കാരണം നമുക്കൊരു 7 മണി തൊട്ട് 6 മണി തൊട്ടിട്ട് 10 മണി വരെ 11 മണി വരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ആ വണ്ടികൾ പോകുന്ന ടൈമിൽ മാത്രം, തിരക്കുള്ള സമയങ്ങളിൽ ആ ടൈം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് കത്തിച്ചിട്ട് വലിയ ഉപകാരമില്ല. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി തൊട്ടിട്ട് പിറ്റേന്ന് രാവിലെ വരെ അത് ഒരാൾ വന്ന് ഓഫാക്കുന്ന വരക്ക് ഈ 550 അല്ലെങ്കിൽ ചിലതൊക്കെ 850 വാട്ട്സൊക്കെ വരുന്നുണ്ട്. ഒരുപാട് കറണ്ട് ബില്ല് വരാനുള്ള കാരണം ഇങ്ങനത്തെ ബോർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ എക്സ്പെൻസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്ത് അതേ ടൈമിൽ കറക്റ്റ് ഇവിടെ 6:30ക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ നമുക്കത് ബോർഡ് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ മീൻ വളർത്തുന്ന ഫാമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലത്തെ ടൈമർ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടോ എത്ര ടൈം വേണമെന്നെങ്കിലും നമുക്കിത് റീസെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈമർ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഇതേപോലെ CNC കട്ടിങ്ങിൽ ഓപ്പണായിട്ട് പ്രൊഫൈൽ വെച്ചിട്ടുണ്ട് കേട്ടോ, വാട്ടർ പ്രൂഫിൻ്റെ. അപ്പോൾ നിലവിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കംപ്ലീറ്റ് അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു വൈറ്റ് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് ആ എഴുത്തും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബോർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോർഡ് ലൈറ്റ് കറക്റ്റായിട്ട് കത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ലൈഫ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു സൈറ്റിൽ ഇപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് വെച്ചതാണ്. അതുവരെ യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല. ആ ടൈമറും ആ കോൺടാക്ടറും യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈമർ സെറ്റ് ചെയ്ത് നമ്മൾ ടൈമർ കറക്റ്റായിട്ട് ഓണായി കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി 10 മണിക്കാണ് ഇത് ഓഫ് ആവുന്ന ടൈം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.